അടുത്തൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. മുൻ മന്ത്രിയാണ് അദ്ദേഹം. പാർട്ടി DC സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ MLA ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം മന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഴക്കൂട്ടത്ത് ഓരോ വീടുകളിലും, മുമ്പേ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ അവിടുത്തെ ഓരോ വീടുകളും വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അവിടെ എതിർ സ്ഥാനാർത്ഥി BJP-യുടെ നേരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞതുപോലെ വി മുരളീധരനാണ്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ശക്തനായ, കേരളത്തിലെ ശക്തനായ നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് വി മുരളീധരൻ. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി, അവിടെയാണ് രസം. UDF-ന്റെ സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ്. മുൻ MLA ആണ്. പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും വെട്ടും ഒക്കെ കൊണ്ട ആളാണ്. അദ്ദേഹത്തിന് ഒരു അംഗവൈകല്യം പോലും ഉണ്ടായത് ഒരു സമരത്തിന്റെ ഭാഗമായി വെട്ടുകൊണ്ടാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹമാണ്. അപ്പൊ അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ വൻ അട്ടിമറി നടന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കൂ. കാരണം 3 പേരും ശക്തമായ സ്ഥാനാർത്ഥികളാണ്, അതിശക്തരാണ്. അവിടെ വല്ല ഡീലും നടക്കുമോ? അവിടെ ഡീലൊന്നുമില്ല. അവിടെ പക്ഷെ കടുത്ത മത്സരം നടക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രനെ അങ്ങേറ്റത്തെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. വളരെ അതായത് അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളുമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രന്റെ ജയസാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വി മുരളീധരന്റെ പ്രസൻസ്, മുരളീധരൻ നല്ല വർക്ക് അവിടെ നടത്തുന്നത്. മുരളീധരൻ മുൻ മന്ത്രിയാണ്. മുരളീധരൻ കഴക്കൂട്ടത്തിന്റെ ഒരു തവണ കഴക്കൂട്ടത്തിൽ മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 2ാം സ്ഥാനത്ത് വന്നു. അതെ. അപ്പൊ മുരളീധരനും അത് അത്ര അപ്രാപ്യമായ ഒരു സ്ഥലമല്ല. മുരളീധരന് നല്ല ബന്ധങ്ങളുണ്ട് അവിടെ. മുരളീധരൻ വളരെ നേരത്തെ തന്നെ, 1 മാസം മുമ്പ് തന്നെ മുരളീധരൻ അവിടെ പ്രവർത്തനം തുടങ്ങി. 1 മാസം മുമ്പല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 വർഷമായി 1 മാസം മുമ്പ് അവിടെ താമസിച്ചവർക്ക് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി കഴക്കൂട്ടം മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഏതായാലും മുരളീധരന് ഒരു നല്ല മത്സരം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അതിനോട് ശരത്ചന്ദ്ര പ്രസാദ് വന്നതോടുകൂടി ശരത്ചന്ദ്ര പ്രസാദിന്റെ ആ ഒരു സാമ്പത്തികമായ സ്വാധീനവും, പുള്ളി ഒരു നല്ലൊരു ഓർഗനൈസറാണ്. അതുകൊണ്ട് മാത്രമല്ല വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പയറ്റി തെളിഞ്ഞ ഒരു നേതാവാണ്. പുള്ളിക്ക് അവിടെ നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വലിയ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 3 ശരത്ചന്ദ്ര പ്രസാദും നല്ലൊരു മത്സരമാണ് നടത്തുന്നത്. 3 പേരും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. എനിക്കൊന്ന വിജയം ഒരു പ്രവചനാതീതമായ ഒരു കാര്യമാണ്. ഈ 3 പേരും ഒരു കമ്മ്യൂണിറ്റിക്കാരാണെന്ന് തോന്നുന്നു. 3 പേരും ഒരു കമ്മ്യൂണിറ്റിക്കാരാണ്. പക്ഷെ ഈ 3 പേരും ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം വി മുരളീധരൻ അവിടെ 2ാം സ്ഥാനത്ത് വന്നു. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ജയിക്കുകയും 2ാം സ്ഥാനത്ത് മുരളീധരൻ വരികയും ചെയ്തു. ഇത്തവണ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ UDF സ്ഥാനാർത്ഥി ഒരു ഡോക്ടർ SS ലാലായിരുന്നു. അദ്ദേഹത്തെ കെട്ടിയിറക്കിയതാ. അദ്ദേഹം അമേരിക്കയിലെ കണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറെ കൊറോണ സമയത്ത് അദ്ദേഹത്തിന്റെ ചില വാദഗതികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. കെട്ടിയിറക്കിയെന്ന് പറഞ്ഞാൽ ശരിയല്ല. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ KSU പ്രവർത്തനം തൊട്ട് അദ്ദേഹം KSU പ്രവർത്തകരായിരിക്കും. നമ്മുടെ നാട്ടിൽ. കെട്ടിയിറക്കിയെന്ന് പറയരുത്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഇന്റർനാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് പല കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നല്ല ബന്ധങ്ങളില്ലാതെ പോയി. സ്വാഭാവികമായി ഉണ്ടായ ഒരു തോൽവിയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് അതൊരു പേയ്മെന്റ് സീറ്റ് ആണെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പേ ചെയ്യാനുള്ള കാശൊന്നുള്ള ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന ആളാണ് SS ലാൽ. അതുകൊണ്ട് പേയ്മെന്റ് സീറ്റാന്നുള്ളതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷെ അങ്ങനെ വർത്തമാനം അവിടെ കേട്ടു കഴിഞ്ഞ പ്രാവശ്യം. ഇല്ല, അദ്ദേഹത്തിന് ഇത്തവണ വർക്കല സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ലല്ലോ. പേയ്മെന്റ് സീറ്റാണ് വർക്കല കിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പേ ചെയ്ത് സീറ്റ് നേടാനുള്ള സാമ്പത്തികം എന്നുള്ള ആളൊന്നുമല്ല. അത് പുള്ളി ചെയ്തുമില്ല. പുള്ളി കുറച്ചൊരു ആദർശ നിഷ്ഠയൊക്കെ ഉള്ള കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്തവണ അവിടെ ശരത്ചന്ദ്ര പ്രസാദ് വന്നതോടുകൂടി ആ ചിത്രം അത് മാറി. അപ്പം വി മുരളീധരൻ നല്ല പ്രതിസന്ധിയാണ് ഇപ്പൊ നേരിടുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2ാമത് വന്നു. ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ 5 വർഷവും പുള്ളി അവിടെ നിന്ന് പ്രവർത്തിച്ചത്. പക്ഷെ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ആ ഒരു യുവ നേതാവ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി, കരുത്തനായ സ്ഥാനാർത്ഥിയായി അവിടെ വന്നപ്പോൾ ആ ചിത്രം മാറി. കടകംപള്ളി സുരേന്ദ്രൻ ഒരു വശത്ത് നിൽക്കുന്നു. എതിർവശത്ത് ഇപ്പൊ നിൽക്കുന്നത് UDF-ന്റെ കണ്ടിട്ട് ശരത്ചന്ദ്ര പ്രസാദാണ്. 3ാം സ്ഥാനത്തേക്ക് വി മുരളീധരൻ പോയി കഴിഞ്ഞു. അപ്പൊ അവിടെ
പ്രവചന അതീതമാണ് അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. ആര് വിജയം ഉറപ്പിക്കും എന്നുള്ളതിന് അതൊരു പ്രവചന അതീതം തന്നെയാണ്. അതുപോലൊരു മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആണ് നമ്മുടെ കെ മുരളീധരൻ. മുമ്പേ അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മത്സരിച്ചു. പിന്നെ വടകര MP ആയിരിക്കുമ്പോൾ തന്നെ വന്ന് നേമത്ത് മത്സരിച്ചു. അദ്ദേഹം നിസ്സാര വോട്ടിന് തോറ്റു 3-ാം സ്ഥാനത്ത് പോയി. 2-ാം സ്ഥാനത്തും വന്നില്ല, 3-ാം സ്ഥാനത്ത് പോയി. പക്ഷെ അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വീണ്ടും താമസമാക്കി. അദ്ദേഹത്തിന് ഇവിടെ വീടുണ്ട്, അദ്ദേഹം ഇവിടെ താമസമാക്കി. അദ്ദേഹം വളരെ കൃത്യമായി തിരുവനന്തപുരത്തെ പാർട്ടിക്കാരെ പിന്നെ കോർത്തിണക്കി അദ്ദേഹം അവിടെ വർക്ക് തുടങ്ങിയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഒരു UDP സ്ഥാനാർത്ഥി. അവിടെ 2-ാമത്തെ പ്രാവശ്യമാണ് VK പ്രശാന്ത് മത്സരിക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് VK പ്രശാന്ത് വരുന്നത്. 2-ാമത് വീണ്ടും മത്സരിച്ചു, ജയിച്ചു. ഇപ്പൊ 3-ാമതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ കോർപ്പറേഷൻ മേയർ ആയിരുന്നു. അദ്ദേഹത്തിന് ഓരോ വീടും, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീടുകളിലെയും വ്യക്തികളെ അറിയാവുന്ന ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. ഇത് രണ്ടുപേരും കൂടാതെ 3-ാമത് BJP ഇറക്കിയിരിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറും മുൻ DGPയുമായ ശ്രീലേഖ IPSനെയാണ്. അപ്പൊ അവിടെയും ഈ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അവിടെ മത്സരം VK പ്രശാന്തും K മുരളീധരനും തമ്മിലാണ്. അത് ശരിയാ. മത്സരം VK പ്രശാന്തും K മുരളീധരനും തമ്മിൽ തന്നെയാണ്. കാരണം ശ്രീലേഖ അവിടെ ഒരു പ്രധാന സ്ഥാനാർത്ഥിയായിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ആളായിട്ട് ആരും കരുതിയിട്ടില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ഡീലാണെന്നുള്ള ആരോപണമുണ്ട്. എന്തായാലും അവിടെ എങ്ങനെയായിരിക്കും ഡീല്? അവിടെ സ്വാഭാവികമായിട്ടും BJP CPMനെ ജയിപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ ഡീലുള്ളതായിട്ട് മുരളീധരൻ ആരോപിക്കുന്നത്. എന്റെ ആരോപണമല്ല, മുരളീധരൻ പറഞ്ഞാണ്. അപ്പം ഡീലുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. പക്ഷെ അവിടുത്തെ സാധ്യതകളെ കുറിച്ച് ഞാൻ പറയാം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രശാന്ത് വളരെ നെഗറ്റീവ്സ് ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. CPMന്റെ MLA ആയിട്ട് 2 തവണ ജയിച്ചു. അവിടെ ശരിക്കും അടിത്തറ ഉറപ്പിച്ച വേരുറച്ച ഒരു നേതാവാണ്. കാരണം ജനങ്ങളുമായിട്ട് അത്രയേറെ താതാത്മ്യം പ്രാപിച്ച, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിരന്തരം ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ മുരളീധരൻ അതിന് മുമ്പ് തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ്. മുരളീധരനെ അവിടുത്തെ ഇത്രയും വലിയൊരു നേതാവാണെങ്കിലും അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം മുൻ മന്ത്രിയാണ്, അദ്ദേഹം MP ആയിരുന്നു, MLA ആയിരുന്നു, എല്ലാ പദവികളും പരിചയസമ്പന്നനായ വ്യക്തിയാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് MLA ആയപ്പോഴും ഒരു സാധാരണ MLA പോലെ വീട് തോറും കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും, ഒരിടത്ത് കുടിവെള്ളം മുടങ്ങിയാൽ, ഒരിടത്ത് റോഡിൽ കുഴിയുണ്ടായാൽ എല്ലാത്തിലും ഇടപെടുന്ന ഒരു നേതാവാണ് മുരളീധരൻ എന്ന് അദ്ദേഹം തെളിയിച്ചു. അവരുടെ ആ മണ്ഡലത്തിലുള്ളവരെ സംബന്ധിച്ച് മുരളീധരൻ അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷെ മുരളീധരന് പറ്റിയ ഒരു പാളിച്ച, മുരളീധരനിടയ്ക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി പാതി വഴിയിൽ അത് ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. അത് വട്ടിയൂർക്കാവിൽ നിന്ന് പോയി. വട്ടിയൂർക്കാവിൽ നിന്ന് പോയത് അത് ശരിക്കും അടുത്ത ഇലക്ഷനിൽ പ്രശാന്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ആള് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയില്ലെന്ന് ചോദിച്ചു. ശരിയല്ലേ? അത് ഏതായാലും ആ ഇലക്ഷനിൽ അത് പ്രശാന്തിനെ വളരെ സഹായിച്ചു ജയിക്കാനായിട്ട്. മുരളീധരൻ പക്ഷേ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നത് നേരത്തെ ബെന്നി പറഞ്ഞതുപോലെ ചുമ്മാ തിരിച്ചു വരികയല്ല. ഇവിടെ ഒരു വർഷം മുമ്പേ ഇവിടെ തിരിച്ചു വന്ന് കഠിനമായി പണിയെടുത്ത് ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചു. അദ്ദേഹത്തിന് ജയിച്ചേ തീരൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് തോക്കാൻ പറ്റത്തില്ല. അയാൾ തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പ് തോറ്റ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ജയിച്ചേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ജയിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു NSS സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട്. ഈ BJPയുടെ വോട്ട് ഇത്തവണ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വോട്ട് എണ്ണുമ്പോൾ ബെന്നി ശ്രദ്ധിച്ചോളൂ. BJP കഴിഞ്ഞ തവണ പിടിച്ച വോട്ട്, പാർലമെന്റിൽ പിടിച്ച വോട്ട്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പിടിച്ച വോട്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിച്ച വോട്ട്, ഈ വോട്ടും എല്ലാം നോക്കിയിട്ട് BJPയുടെ വോട്ട് എത്രമാത്രം കുറയുന്നു എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടി എവിടെ വോട്ട് കൂടിയെന്ന് നോക്കിയാൽ മാത്രം ഈ ഡീലിന്റെ കാര്യം വ്യക്തമാകും. ഇപ്പൊ ഞാൻ ഡീലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ BJPയുടെ വോട്ട് എങ്ങോട്ട് മാറുന്നു, അതായത് BJPയുടെ എല്ലാ വോട്ടും BJPയുടെ ഹാർഡ് കോർ RSSകാരുടെ വോട്ടൊന്നും അല്ലല്ലോ. BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ വോട്ട് എങ്ങോട്ട് മാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മുരളിയുടെ വിജയം ഇരിക്കുന്നത്. പക്ഷെ മുരളിയുടെ വിജയ സാധ്യത വളരെയേറെയാണ് എന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മളിപ്പം ഈ ഒരു സ്ഥാനാർത്ഥി, ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ പാർട്ടി വോട്ട് മാത്രമല്ല കിട്ടുന്നത്. അവിടെ കിട്ടുന്നത് വ്യക്തിപരമായ വോട്ടുകൾ കിട്ടും, വ്യക്തികൾ സ്വാധീനിക്കുന്ന വോട്ടുകൾ കിട്ടും,
പിന്നെ പരിചയക്കാരുടെ അങ്ങനെയൊക്കെ ഉള്ള വോട്ടുകൾ പല രീതിയിലാണ് വോട്ടുകൾ കിട്ടുന്നത്. അതെല്ലാം ബി ജെ പിയുടെ വോട്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല, അതിന് ഞാൻ പറഞ്ഞത് ബിജെപിയുടെ വോട്ടാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ വോട്ടുകളിൽ ഏറ്റക്കുറച്ചിൽ അല്ല, വരും. ഞാൻ പറഞ്ഞത് അപ്പൊ പാർട്ടിയുടെ വോട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അത് അതിനൊരു ആർട്ടിഫിഷ്യൽ ഓൾറെഡി ഹാപ്പൻഡ്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ഈ പോളിംഗ് ദിവസം അതിന് തലേദിവസം അല്ല. പോളിംഗിന് എത്രയോ മുമ്പ് തന്നെ കേരളത്തിലെ ജനങ്ങളിൽ ഒരു 90% ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന 10% ആണ് ഈ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഇനി കിടക്കുന്നത്. ആ 10%നെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടി അനുഭാവികളിലും ഉണ്ട് 10%. CPM-ലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. അതായത് CPM-ന്റെ അനുഭവം കാണിക്കുന്നവര്, BJP-യുടെ അനുഭവം കാണിക്കുന്നവര്, കോൺഗ്രസിന്റെ അനുഭവം കാണിക്കുന്നവര്, അങ്ങനെയുള്ളവര് പോളിംഗ് സമയത്ത് അവരുടെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ആ ഷിഫ്റ്റിലാണ് പലപ്പോഴും വലിയ മാർജിൻ ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം നിർണ്ണയിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ നിലയിലുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ഞാൻ കരുതുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 14 മണ്ഡലമാണ് ഉള്ളത്. അതെ. അതിലിപ്പോ നിലവിൽ 13 മണ്ഡലങ്ങളും CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ്. ഒറ്റ മണ്ഡലമേ ഉള്ളൂ, കോവളം മാത്രമേ ഉള്ളൂ. കോവളം മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്രമല്ല വേറെ കാര്യമുണ്ട്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയില് നല്ല സീറ്റുകൾ കിട്ടാത്ത, നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടാത്ത ഒരു മുന്നണി ഇതുവരെ ഭരിച്ചിട്ടില്ല. ഭരിച്ചിട്ടുള്ളപ്പോഴൊക്കെ തിരുവനന്തപുരത്ത് കൊല്ലം ജില്ല അങ്ങനെ കൊല്ലം ജില്ലയിലും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലവും, പത്തനംതിട്ട ഈ 3 ജില്ലകൾ. പക്ഷേ എല്ലാ തവണ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു അട്ടിമറി വിജയം UDF-ന് മലബാർ ഏരിയയിലുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും സീറ്റുകൾ പണ്ടൊക്കെ ഒരു 10 സീറ്റെങ്കിലും കിട്ടുമായിരുന്നു UDF അധികാരത്തിൽ വരുമ്പോൾ UDF-ന് തിരുവനന്തപുരത്ത്. ഇന്ന് അത് വേണമെന്നില്ല. പക്ഷെ ഒരു 4-5 സീറ്റ് ഇവിടെ കിട്ടിയാൽ അതിന്റെ അർത്ഥം UDF അധികാരത്തിൽ വന്നു എന്നാണ്. 4 സീറ്റ് കിട്ടുന്നില്ല, ഒരു സീറ്റ് കിട്ടുന്നുള്ളെങ്കിൽ UDF-ന് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രവചന അതീതമാണ് ഇപ്രാവശ്യത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമുക്ക് അറിയാം, ഈ 14 മണ്ഡലത്തിൽ ഒറ്റ മണ്ഡലം മാത്രമേ UDF-ന് ഉണ്ടായിരുന്നുള്ളൂ, കോവളം മണ്ഡലം മാത്രം. ഇത്തവണ ചിലപ്പോ 1, 2 ആയേക്കാം, ചിലപ്പോ 3 ആയേക്കാം. 4 സീറ്റ് വരെ വരാം. എന്നാലും മൃഗീയ പുരുഷ 10 സീറ്റോളം. അല്ല, അത് കാര്യമില്ല. ബാക്കിയൊക്കെ കിടക്കുന്ന മലബാറിലെ സെൻട്രൽ. അപ്പൊ മലബാറിലെ സീറ്റ് കൊണ്ട് ഇത് 4 സീറ്റ് തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് ഭരണം കിട്ടാതിരിക്കണമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം അതുപോലെ മുന്നേറ്റം മറ്റിടത്തുണ്ടായാലോ. കോഴിക്കോട്ടും പിന്നെ മലപ്പുറം നമുക്കറിയാമല്ലോ, പിന്നെ തൃശ്ശൂരും ഒക്കെ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴയിൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും. ആലപ്പുഴ കുത്തകയല്ലേ. കണ്ണൂർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ CPM വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോലും ഇത്തവണ അട്ടിമറി വിജയങ്ങൾ ഉണ്ടാവും. കൊല്ലത്തുണ്ടാവും. ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം സീറ്റുകളും ഈ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ UDF-ന് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് UDF-ന് ഭരണം കിട്ടില്ല എന്ന് അർത്ഥമാക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥമുള്ളൂ. കാരണം രാഷ്ട്രീയ സാഹചര്യം മാറി. അത് കൃത്യമായ ആ ഒരു ചേഞ്ച് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. കൊല്ലത്തും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരുണ്ട്, കോഴിക്കോട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്.